രോഗങ്ങൾ ഈ രോഗങ്ങൾ അതിന്റെ സാധാരണ മാലിന്യം വർദ്ധിച്ചു വരുമല്ലോ. പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിലൊക്കെ അശാസ്ത്രീയമായി നിക്ഷേപിക്കുമ്പം മാലിന്യം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ വന്നപ്പം അവിടുത്തെ ആയുസ് 35 വയസ്സായിട്ട് മാറിയുന്ന ഇത് ഈ പഠനം അനൗദ്യോഗികമാണെങ്കിൽ പോലും മാരകമായ രാസമാലിന്യങ്ങൾ നിരന്തരമായി തള്ളിയ ഒരു പ്രദേശത്തെ 25,000-ഓളം വരുന്ന അധിവസിക്കുന്ന ആളുകളുടെ ആയുസ് 35 വയസ്സ് മാത്രമായിട്ട് കുറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ശരാശരി ആയുസ് 75 വയസ്സാണ്. ഇങ്ങനെയുള്ള ഒരു രാസ മാലിന്യങ്ങളൊക്കെ തള്ളുന്ന ഒരു പ്രദേശത്ത് 35 വയസ്സ് മാത്രമാണ് ആയുസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പുന്നേൽ പെട്ടിപ്പാലത്ത് എനിക്ക് തലശ്ശേരി നഗരത്തിൽ കുറച്ച് വ്യവസായ സ്ഥാപനങ്ങൾ കൂടി ഉണ്ടായി. എന്ത് കണക്കൂട്ടിക്കോ, 2 ചന്ദനത്തിരി ഫാക്ടറിയും അതുപോലെ 2 തീപ്പെട്ടി കമ്പനിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ മാലിന്യം കൂടി ഇവിടെ തള്ളിയാൽ മറ്റൊരു ശിവകാശിയാകാൻ സാധ്യതയുള്ളത്ര ഭീകരമായ ഒരവസ്ഥാവിശേഷം വന്നു ഭവിക്കുമെന്ന് വിദ്യാസമ്പന്നരായ ഈ പ്രദേശത്തെ ആളുകൾ കണക്കിലെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ നിലനിൽപ്പിനായി പോരാടുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഈ സമരത്തെ തകർക്കുവാനുള്ള വാദഗതികളിൽ ഒന്നാമത്തേത് മാലിന്യമിടുന്ന ഇടത്ത് എന്തിനാണ് ആളുകൾ വീട് വെച്ച് താമസിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, തലശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പൗരാണികമായ ജനങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ പുന്നേൽ പെട്ടിപ്പാലം എന്ന് പറയുന്നത്. പുന്നേലിലെ ഏറ്റവും വളരെ പ്രഗത്ഭമായ പഴയ തറവാടുകളെയും പഴയ ആളുകളെയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് തലശ്ശേരി നഗരത്തിലെ ചരിത്ര പാരമ്പര്യമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് പുന്നേലും. അപ്പൊ വർഷങ്ങളായിട്ട് ഇവിടെ ജനിച്ച് വളർന്ന് തലമുറകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഇവിടെയുള്ള അവരുടെ ചരിത്രത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ അഴിമതിയും അതുപോലെ തന്നെ ഈ അതിക്രമവും നടത്തുവാനുള്ള ന്യായങ്ങളായി കാണുന്നത്. ഇങ്ങനെയുള്ള